ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു ലേൺ ടിപ്സ് മലയാളം ചാനൽ. ഇംഗ്ലീഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചിരുന്നത് ദ ഘാട്ട് ഓഫ് ദി ഓൺലി വേൾഡ് റിട്ടൺ ബൈ അമിതാവ് ഘോഷ് ആയിരുന്നു. ഇന്ന് ആ ലെസണിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് എടുക്കാൻ പോകുന്നത്. ഇതുവരെ ഈ ചാപ്റ്റർ കണ്ടിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ക്ലാസ് കാണേണ്ടതാണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ചാപ്റ്റർ നൗ. This was one of his great Wildian moments, and it was to occasion the poem Barcelona Airport. He treasured these moments. I long for people to give me an opportunity to answer questions, he told me once. On 7th May, I had the good fortune to be with him when one such opportunity presented itself. Shahid was teaching at Manhattan's Baruch College in the spring semester of 2000, and this was to be his last class, indeed the last he was ever to teach. The class was to be a short one, for he had an appointment at the hospital immediately afterwards. I had heard a great deal about the brilliance of Shahid's teaching, but this was the first and only time that I was to see him perform in a classroom. It was evident from the moment we walked in that the students adored him. They had printed a magazine and dedicated the issue to him. സോ ഈ പാരഗ്രാഫിൽ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സൊക്കെ കണ്ടതുപോലെ തന്നെ എയർപോർട്ടിലൊരു ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നുണ്ടല്ലോ. ആ എയർപോർട്ടിലുള്ള ഇൻസിഡൻറ്റിനെ ഷാഹിദ് ഒരു വൈൽഡ് മൊമെൻ്റ് ആയിട്ടാണെന്നു കണ്ടിരുന്നത്. അതേപോലെ തന്നെ ആ ഒരു ഇൻസിഡൻറ്റ് ബാർസിലോണ എയർപോർട്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പോയത്തിൽ ഇത് മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. അതിലൊരു പാർട്ടാണെന്നാണ് പറയുന്നത്. ഷാഹിദിന് വളരെയധികം അങ്ങനെയുള്ള മൊമെൻറ്റ്സ് ഒക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം അതിനു വേണ്ടിയിട്ട് ഒരു ആൻസർ കണ്ടെത്തി അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് തന്നെ ഷാഹിദിന് വളരെ ഒരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ ഈ പാരഗ്രാഫിൽ പറയുന്നത് നമ്മുടെ ഓഥർ നമ്മുടെ അമിതാവ് ഘോഷ് ഒരു ഭാഗ്യമുള്ള മനുഷ്യനാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നതായിട്ടാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഹിദിന് 2000 ഒരു സ്പ്രിംഗ് സെമിസ്റ്ററിൽ മാൻഹാറ്റൻസ് ബാരുഷ് കോളേജിൽ പഠിപ്പിക്കുവാൻ ഒരു അവസരം കിട്ടി. അത് നേരിട്ട് കാണുവാൻ നമ്മുടെ ഓഥറിനും ആ ഭാഗ്യമുണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തെ ഭാഗ്യമുള്ളവനായി അദ്ദേഹം തന്നെ കാണുകയാണ്. ഷാഹിദിൻ്റെ ടീച്ചിങ്ങിനെ പറ്റി വളരെയധികം ഫേമസ് ആയിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ടീച്ചിങ് എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഓഥർ പറയുന്നുണ്ട് ഈ ഓഥറിന് ഈ ക്ലാസ് ഇതായിരിക്കും അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ക്ലാസ് വിറ്റ്നസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നുണ്ട്. ആ ക്ലാസ് പൊതുവെ അദ്ദേഹം വലിയ ക്ലാസ്സുകളാണ് എടുക്കുന്നതെങ്കിലും ഈ ക്ലാസ് വളരെ ഷോർട്ടറായിട്ടാണ് എടുത്തത്. കാരണം ഈ ക്ലാസ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, ഹോസ്പിറ്റലിലേക്ക് ഒരു അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ പോകേണ്ടതുകൊണ്ട് ഈ ക്ലാസ് വളരെ ഷോർട്ടർ ഡ്യൂറേഷനേ ഉള്ളായിരുന്നു. സ്റ്റുഡൻസ് വളരെ അദ്ദേഹത്തിനെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഒരു മാഗസിൻ അവിടെ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്. Shahid, for his part, was not in the least subdued by the sadness of the occasion. From beginning to end, he was a sparkling diva, actor incarnate, brimming with laughter and nakra. When an Indian student walked in late, he greeted her with the cry, "Ah, my little subcontinental has arrived." Clasping his hands, he feigned a swoon. It stirs such a tide of patriotism in me to behold another South Asian. ഈ പാരഗ്രാഫിൽ പറയുന്നത് ഷാഹിദ് ഒരിക്കലും വിഷമത്തിലായിരുന്നില്ല. അദ്ദേഹം ഡിസീസ് അദ്ദേഹത്തിന് വന്നു കഴിഞ്ഞിട്ടും അദ്ദേഹം ഒരിക്കലും വിഷമത്തിൽ നടന്നിരുന്നില്ല. എപ്പോഴും അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം എപ്പോഴും ചിരിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഒരുപാട് ഉല്ലസിച്ചുകൊണ്ടുമാണ് അദ്ദേഹം ലൈഫ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ഇന്ത്യൻ ഗേൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക് കയറി വന്നപ്പോൾ അദ്ദേഹം സൂപ്പർ എക്സൈറ്റഡ് ആയി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഹാൻഡ്സ് ക്ലാപ്പ് ചെയ്തിട്ട് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ലാൻഡിൽ നിന്ന് ഒരു കുട്ടി കയറി വന്നപ്പോൾ അദ്ദേഹത്തിന് അത്രയും സന്തോഷമായി എന്നാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. നമുക്കെല്ലാവർക്കും അങ്ങനെയാണല്ലോ. നമുക്കറിയാത്തൊരു സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പരിചയത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ
സ്ഥലത്ത് നിന്ന് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേകതരം ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു അനുകമ്പ അല്ലെങ്കിൽ അങ്ങനെ തോന്നും നമുക്ക്. അതുപോലെ തന്നെ ഇവിടെയും നമ്മുടെ ഷാഹിദിന് തോന്നിയെന്നാണ് ഓത്തർ പറയുന്നത്. ഹിസ് ടൈം അറ്റ് പെൻ സ്റ്റേറ്റ് he remembered with unmitigated pleasure. I grew as a reader, I grew as a poet, I grew as a lover. He fell in with a vibrant group of graduate students, many of whom were Indian. This was, he often said, the happiest time of his life. Later, Shahid moved to Arizona to take a degree in creative writing. This in turn was followed by a series of jobs in colleges and universities. Hamilton College, the University of Massachusetts at Amherst, and finally the University of Utah in Salt Lake City, where he was appointed professor in 1999. He was on leave from Utah during a brief stint at New York University when he had his first blackout in February 2000. ഷാഹിദിന് പെൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന അവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹം ഒരുപാട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് സ്പെൻഡ് ചെയ്യുമായിരുന്നു. അദ്ദേഹം ആ പഴയ കാര്യങ്ങളും അവിടെ ഉണ്ടായ കാര്യങ്ങളും ഒക്കെ ഓർത്ത് സ്പെൻഡ് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്ത് സന്തോഷിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഒരു റീഡറായിട്ടും ഒരു പോയറ്റായിട്ടും ഒരു ലവറായിട്ടും ഒക്കെ അദ്ദേഹത്തിന് എല്ലാ രീതിയിലുള്ള പാരാമീറ്റേഴ്സിലും അദ്ദേഹത്തിനെ സഹായിച്ചതായ, അദ്ദേഹത്തിനെ വളർത്തിയെടുത്തത് ഈ സ്ഥലമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായ സമയമായിരുന്നു, ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ സമയമായിരുന്നു ഒരു ഗ്രൂപ്പ് ഓഫ് ഇന്ത്യൻ സ്റ്റുഡൻസിനെ അദ്ദേഹം കണ്ടുമുട്ടിയപ്പോൾ. അത് കഴിഞ്ഞ് അദ്ദേഹം അരിസോണയിലേക്ക് പോയി ക്രിയേറ്റീവ് റൈറ്റിംഗ് പഠിക്കാൻ വേണ്ടി അദ്ദേഹം അരിസോണയിലേക്ക് പോയി. അത് കഴിഞ്ഞ് അദ്ദേഹം കുറേ യൂണിവേഴ്സിറ്റീസിൽ പഠിപ്പിച്ചിരുന്നു. പിന്നെ 1999 അദ്ദേഹത്തിനെ പ്രൊഫസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുകയാണ്. സോൾട്ട് ലേക്ക് സിറ്റിയിൽ അദ്ദേഹത്തിനെ പ്രൊഫസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. അങ്ങനെ 2000 അദ്ദേഹത്തിന് ടെമ്പററി ആയിട്ടൊരു മെമ്മറി ലാബ്സ് ഉണ്ടാകുകയാണ്. ഒരു ബ്ലാക്ക് ഔട്ട് പോലെ അദ്ദേഹത്തിന് 2000 ഉണ്ടായി. ആ സമയം അദ്ദേഹം ഉണ്ടായിരുന്നത് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. ഒരു ചെറിയ കാലാവധി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. After 1975, when he moved to Pennsylvania, Shahid lived mainly in America. His brother was already there and they were later joined by their 2 sisters. But Shahid's parents continued to live in Srinagar and it was his custom to spend the summer months with them there every year. I always move in my heart between sad countries. Traveling between the United States and India, he was thus an intermittent but first-hand witness to the mounting violence that seized the region from the late 1980s onwards. It was 89, the storms were not far, signs of change everywhere. Kashmir would soon be in literal flames. ഈ പാരഗ്രാഫിൽ പറയുന്നത് അദ്ദേഹം സക്സീഡ് ചെയ്ത് 1975 അദ്ദേഹം പെൻസിൽവാനിയയിലേക്ക് മൂവ് ചെയ്യുകയാണ്. അദ്ദേഹം കൂടുതലും താമസിച്ചത് അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ കൂടെയായിരുന്നു അമേരിക്കയിൽ. ആൻഡ് വാസ് സൂൺ ജോയിൻഡ് ബൈ ഹിസ് 2 സിസ്റ്റേഴ്സ്. അദ്ദേഹത്തിൻ്റെ പേരൻസൊക്കെ താമസിച്ചത് ശ്രീനഗറിലായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ട്രഡീഷനായിരുന്നു ഈ സമ്മർ ടൈമിൽ ശ്രീനഗറിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ പേരൻസിൻ്റെ കൂടെ എല്ലാ വർഷവും താമസിക്കുക എന്നത്. The steady deterioration of the political situation in Kashmir, the violence and counter-violence had a powerful effect on him. In time, it became one of the central subjects of his work. Indeed, it could be said that it was in writing of Kashmir that he created his finest work. The irony of this is that Shahid was not by inclination a political poet. I heard him say once, if you are from a difficult place and that's all you have to write about, then you should stop writing. You have to respect your art, your form, that is just as important as what you write about. ഇവിടെ പറയുന്നത് കശ്മീരിൽ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കിനെയും ഒരുപാട് ബാധിച്ചു. ഷാഹിദിൻ്റെ ഗ്രേറ്റ് വർക്ക് എന്ന് പറയുന്നത് തന്നെ കശ്മീരിൻ്റെ സബ്ജക്റ്റ് ഉള്ളതായിരുന്നു. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ മാറ്റേഴ്സിനെ വെച്ചുകൊണ്ട് മാത്രം എഴുതുന്ന ഒരു പോയറ്റ് മാത്രമായിരുന്നില്ല ഷാഹിദ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം
ഒരു ബ്രോഡൻ മൈൻഡ് ഉണ്ടായിരിക്കണം. ഒരാളുടെ പേഴ്സ്പെക്റ്റീവ് അദ്ദേഹത്തിൻ്റെ വർക്കിൽ എല്ലാം തന്നെ അദ്ദേഹം വരുന്ന സ്ഥലത്ത് നിന്ന് മാത്രമായിരിക്കില്ല. അദ്ദേഹത്തിന് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർട്ട് എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അതിലുള്ള കണ്ടൻറ് എന്നാണ് അദ്ദേഹം പറയുന്നത്. Anguished as he was about Kashmir's destiny, Shahid resolutely refused to embrace the role of victim that could so easily have been this. Had he done so, he could no doubt have easily become a fixture on talk shows and news programs, but Shahid never had any doubt about his calling. He was a poet schooled in the fierce and unforgiving art of language. Although respectful of religion, he remained a firm believer in the separation of politics and religious practice. കശ്മീരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായാലും അദ്ദേഹത്തിനെ എഫക്റ്റ് ചെയ്തിട്ടും അദ്ദേഹം വളരെ ഫേമായിട്ട് നിന്ന് അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ മാനേജ് ചെയ്തുകൊണ്ടേയിരുന്നു. അദ്ദേഹം പൊളിറ്റിക്സും റിലീജിയനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യണം എന്നൊരു ഒപ്പീനിയൻ അദ്ദേഹം സ്റ്റഡി ആയിട്ട് തന്നെ നിന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ റിലീജിയനെ അദ്ദേഹം ഒരുപാട് ബഹുമാനിച്ചിരുന്നു. അദ്ദേഹം ഒരുപാട് റിനൗൺഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ അദ്ദേഹം ലിറ്ററേച്ചർ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. Shahid's gaze was not political in the sense of being framed in terms of policy and solutions. In the broadest sense, his vision tended always towards the inclusive and ecumenical an outlook that he credited to his upbringing. He spoke often of a time in his childhood when he had been seized by the desire to create a small Hindu temple in his room in Srinagar. He was initially hesitant to tell his parents, but when he did, they responded with an enthusiasm equal to his own. His mother bought him murtis and other accoutrements, and for a while he was assiduous in conducting pujas at this shrine. This was a favorite story whenever people talked to me about Muslim fanaticism. He said to me once, I tell them how my mother replied, helped me make a temple in my room. സോ ഈ പാരഗ്രാഫിൽ പറയുന്നത് ഷാഹിദിന് മറ്റു മനുഷ്യരെല്ലാവരും തന്നെ യുണൈറ്റായിട്ട് ഒത്തൊരുമിച്ച് നിൽക്കുന്നത് കാണാനായിരുന്നു ഏറ്റവും ഇഷ്ടം. അത് റിലീജിയൻ്റെ ബേസിസിലല്ലായിരുന്നു. ഒരു റിലീജിയനെ വെച്ചിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു പൊളിറ്റിക്കൽ മാറ്ററാക്കി മാറ്റുക എന്നത് ഷാഹിദിന് ഒട്ടും താല്പര്യമുള്ള കാര്യം ആയിരുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലി കാരണമാണ് ഇങ്ങനൊരു മൈൻഡ് സെറ്റ് അദ്ദേഹത്തിനുണ്ടായത്. അദ്ദേഹത്തിൻ്റെ റൂമിൽ തന്നെ ശ്രീനഗറിലെ റൂമിൽ തന്നെ ഒരു ടെമ്പിൾ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മുസ്ലിം ഹൗസാണ്. ഷാഹിദ് ഒരു മുസ്ലിം ആയിട്ട് കൂടി അദ്ദേഹത്തിൻ്റെ അമ്മ ഹിന്ദു ദൈവങ്ങളുടെ എല്ലാ ഫോട്ടോസും എല്ലാ ഹിന്ദു ആരാധനകളും പ്രാർത്ഥനകളും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഷാഹിദിന് അത് വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു കാര്യമായിരുന്നു. ഒരു മുസ്ലിമായിട്ട് കൂടി ഹിന്ദുവിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയ ഷാഹിദിൻ്റെ ഫാമിലി കൊടുത്തിട്ടുണ്ടെന്ന്. I once remarked to Shahid that he was the closest that Kashmir had a national poet. He shot back, a national poet maybe, but not a nationalist poet. Please note that. നമുക്കറിയാം നാഷണലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൾ അദ്ദേഹത്തിൻ്റെ നേഷനെ മനസ്സിൽ ഒരുപാട് ആരാധിക്കുകയും ആ നേഷനിലുണ്ടാകുന്ന എല്ലാ ഇൻട്രസ്റ്റുകളും എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുകയും എല്ലാം ചെയ്യുന്ന ഒരാളിനെയാണ് നാഷണലിസ്റ്റ് എന്ന് പറയുന്നത്. ഓഥർ ഒരു തവണ ഷാഹിദിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ക്ലോസ് ആയി കഴിഞ്ഞപ്പോൾ പറയുന്നുണ്ട് റിനൗൺഡ് ആയിട്ടുള്ള നാഷണൽ ലെവലിലേക്കുള്ള ഒരു പോയറ്റാണ് ഷാഹിദ് എന്ന്. അപ്പോൾ പെട്ടെന്ന് ഷാഹിദ് അത് തിരുത്തി പറയുന്നുണ്ട്. പെട്ടെന്ന് റിപ്ലൈ ആയിട്ടാണ് പറയുന്നത്, തിരുത്തി പറയല്ല, റിപ്ലൈ ആയിട്ട് പറയുന്നത് നാഷണൽ പോയറ്റാണ് ഞാൻ, ഒരു നാഷണലിസ്റ്റ് പോയറ്റ് അല്ല എന്ന് പറയുന്നുണ്ട്. ഇൻ ദ ടൈറ്റിൽ ഓഫ് ദ പോയം of the country without a post office, a poet returns to Kashmir to find the keeper of a fallen minaret. Nothing will remain, everything's finished. I see his voice again, this is a shrine of words. You will find your letters to me and mine to you. Come soon, come sun, and tear upon these vanished envelopes. This is an archive I have found, the remains of his voice, that map of longings with no limit.
In this figuring of his homeland, he himself became one of the images that were spinning around the dark point of stillness, both Shahid and Shahid, witness and martyr, his destiny inextricably linked with Kashmir's, each prefigured by the other. ഈ ഒരു പാരഗ്രാഫിൽ അദ്ദേഹത്തിൻ്റെ ഹോംലാൻഡിനെ ഫിഗർ ഔട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ഒരുപാട് ഡിസ്ട്രക്ഷൻസും സാഡ്നെസ്സും ഒക്കെ വെച്ചിട്ടാണ് പറയുന്നത്. ഒരുപാട് ഇമേജസ് അദ്ദേഹത്തിൻ്റെ മൈൻഡിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു പോയിന്റ് അവിടെ സ്റ്റില്ലടിച്ച് പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 2 റോൾസ് കൊടുക്കുന്നുണ്ട്. ഒരു റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഷാഹിദ്, ദ വിറ്റ്നസ് ഓഫ് പ്രോബ്ലമാറ്റിക് കശ്മീർ എന്നാണ്. അപ്പോൾ എന്തൊരു പ്രശ്നം കശ്മീരിന് വരുമ്പോഴും അതിനെ കണ്ടുകൊണ്ട് അതിനെ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷാഹിദ് ഒരു റോള്. മറ്റൊരു റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഹിദ് ഹു വുഡ് ഡു എനിത്തിങ് ഫോർ ഹിസ് ബിലോവ്ഡ് കശ്മീർ. ആ കശ്മീരിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ സന്നദ്ധനായ ഒരാളിനെയായിട്ടാണ് ഷാഹിദിന്. അങ്ങനെ 2 റോളാണ് ഇവിടെ ഷാഹിദിനെ തന്നെ കാണിക്കുന്നത്. പക്ഷേ അതേപോലെ പറയുന്നുണ്ട് ഇറ്റ് വാസ് ഹിസ് ഡെസ്റ്റിനി. 2 രീതിയിൽ അദ്ദേഹത്തിന് ഇമോഷൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തത് അദ്ദേഹത്തിൻ്റെ ഡെസ്റ്റിനിയാണ്. അതൊരു ഇൻഡിക്കേഷനായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. I will die in autumn in Kashmir, and the shadowed routine of each vein will almost be news, the blood censored for the saffron sun and the times of rain. ഷാഹിദ് ഇവിടെ എഴുതുന്നുണ്ട് എങ്ങനെയായിരിക്കും എൻ്റെ മരണം, ഈ കശ്മീരിലും അതേപോലെ ഈ ഓട്ടം സീസണിലും എങ്ങനെയായിരിക്കും എൻ്റെ മരണം, എങ്ങനെയായിരിക്കണം എന്നാണ് എഴുതുന്നത്. ബ്ലഡിൻ്റെ പമ്പിങ്ങും അതേപോലെ റൂട്ടീനായിട്ട് നമ്മുടെ ബോഡി ചെയ്യുന്ന കാര്യങ്ങളും ഒന്നും പിന്നീട് അവിടെ ഉണ്ടാകാൻ പാടില്ല, നിലനിൽക്കാൻ പാടില്ല. Among my notes is a record of telephone conversation on 5th May, the day before he had gone to the hospital for an important test, a scan that was expected to reveal whether or not the course of chemotherapy that he was then undergoing he had the desired effect. All other alternative therapies and courses of treatment had been put off until this report. ഇവിടെ ഓഥർ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് 5-ാം തീയതി ഇവർ തമ്മിലൊരു ടെലിഫോണിക് കോൺവെർസേഷൻ ഉണ്ടാകുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന ഡീറ്റെയിൽസാണ് ഇവിടെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നുള്ള നോട്ട്സൊക്കെയാണ് ഇതിവിടെ ആ ദിവസമാണ് ഷാഹിദ് ഹോസ്പിറ്റലിൽ പോകുന്നത്, ഒരു സ്കാനിങ്ങിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോകുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീമോതെറാപ്പി സെഷൻസ് അദ്ദേഹത്തിന് സക്സസ്ഫുൾ ആകുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ആ ദിവസം വരെ ചെയ്തിരുന്ന പ്രീവിയസ് ആയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റ്സും ഫെയിലായിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഓൾട്ടർനേറ്റീവായിട്ടുള്ള തെറാപ്പീസും ട്രീറ്റ്മെൻറ്റ്സും അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദി സ്കാൻ വാസ് ഷെഡ്യൂൾഡ് ഫോർ 2:30 in the afternoon. I called his number several times in the late afternoon and early evening. There was no response. I called again the next morning and this time he answered. There were no preambles. He said, "Listen, Amitav, the news is not good at all. Basically, they are going to stop all my medicines now, the chemotherapy and so on. They give me a year or less. They had suspected that I was not responding well because of the way I look. They will give me some radiation a little later, but they said there was not much hope." 2:30 ഷാഹിദിൻ്റെ സ്കാനിങ്ങിൻ്റെ ഷെഡ്യൂൾ പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഷാഹിദിനെ നമ്മുടെ ഓഥർ കുറേ തവണ വിളിക്കാൻ ശ്രമിച്ചു, പക്ഷേ ഒട്ടും റെസ്പോണ്ട് ചെയ്തിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസം ഷാഹിദിനെ വിളിച്ചപ്പോൾ ഷാഹിദ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഫോൺ പിക്ക് ചെയ്തിട്ട് ഷാഹിദ് ഒരു ഫോർമാലിറ്റിയും കൂടാതെ സഡനായിട്ട് തന്നെ പറഞ്ഞു, അമിതാവ്, എൻ്റെ കാര്യത്തിൽ ഒന്നും ഇനി വർക്കൗട്ട് ആവുമെന്ന് തോന്നുന്നില്ല. ഞാൻ 1 കൊല്ലം മാക്സിമം ജീവിച്ചാലേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ അധികം ഹോപ്പൊന്നും ഡോക്ടേഴ്സ് പറയുന്നില്ല. കാരണം എൻ്റെ രീതി എന്നെ കാണുന്നത് വെച്ചിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റിലൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ലെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഡോക്ടേഴ്സ് അതേപോലെ തന്നെ കുറച്ച് റേഡിയേഷനും പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഷാഹിദ് നമ്മുടെ ഓഥറിനോട് പറയുന്നുണ്ട്. Dazed, staring blankly at my desk, I said, "What will you do now, Shahid? I would like to go back to Kashmir to die." His voice was quiet and untroubled. "Now I have to get my passport, settle my will and all that. I don't want to leave a mess for my siblings. But after that I would like to go to Kashmir. It's still such a feudal system there and there will be so much support. And my father is there too.
Anyway, I don't want my siblings to have to make the journey afterwards like we had to with my mother. അപ്പം നമ്മുടെ ഓതറിനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഓതർ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ഒട്ടും അറിയില്ലായിരുന്നു. എന്നിട്ട് ഷാഹിദിനോട് ഓതർ ചോദിക്കുന്നുണ്ട്, എന്താണ് നിൻ്റെ പ്ലാൻ, എന്താണ് നീ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഷാഹിദ് റിപ്ലൈ പറയുന്നത്, എൻ്റെ ലാസ്റ്റ് ബ്രെത്ത് അത് കാശ്മീരിൽ നിന്നായിരിക്കണമെന്ന് മാത്രം. അവിടെ എൻ്റെ ഫാമിലിയോടൊത്ത് അടുത്തായിരിക്കണം. ഞാൻ അവസാനം എൻ്റെ ബ്രെത്ത് ഞാൻ എടുക്കുമ്പോൾ. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഒരു പാസ്പോർട്ട് കിട്ടണം, എനിക്ക് എൻ്റെ സിബ്ലിങ്സിനെ, എൻ്റെ സഹോദരിയും സഹോദരനെയൊന്നും ഇനിയും ബുദ്ധിമുട്ടിക്കണമെന്ന് എനിക്കില്ല, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ പേരൻസിൻ്റെ അടുത്തായിരിക്കണം എന്ന് ആഗ്രഹവും പറയുന്നുണ്ട്. Later, because of logistical and other reasons, he changed his mind about returning to Kashmir. He was content to be laid to rest in Northampton in the vicinity of Amherst, a town sacred to the memory of his beloved Emily Dickinson. But I do not think it was an accident that his mind turned to Kashmir in speaking of death already in his poetic imagery. Death, Kashmir and Shahid had become so closely overlaid as to be inseparable, like old photographs that have melted together in the rain. ഈ പാരഗ്രാഫിൽ പറയുന്നത്, നേരത്തെ പറഞ്ഞ പ്ലാൻസ് എല്ലാം ഷാഹിദിന് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. കാശ്മീരിലേക്ക് പോകേണ്ട പ്ലാൻസ് എല്ലാം ലാസ്റ്റ് ബ്രെത്ത് കാശ്മീരിൽ നിന്നാവണം എന്നുള്ള പ്ലാൻസൊക്കെ മീൻസ് ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വന്നു. അദ്ദേഹം റെസ്റ്റ് ഓഫ് ദ ലൈഫ് എത്ര നാളാണോ ഉദ്ദേശിക്കുന്നത്, ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്, അത്രയും നാൾ നോർത്താംപ്ടണിൽ ആംഹേഴ്സ്റ്റിൽ താമസിക്കാമെന്നാണ് അദ്ദേഹം പ്ലാൻ ചെയ്തത്. എമിലി ഡിക്കിൻസൺ എന്ന് പറയുന്ന ആളുടെ മെമ്മറിയിൽ അവിടെ താമസിക്കാമെന്ന ഒരു പ്ലാനിങ് ആണ് ഷാഹിദ് പിന്നീട് പറയുന്നത്. അതുപോലെ തന്നെ ഓതറിന് എങ്ങനെയൊക്കെ ഒരു ഊഹം കിട്ടി. ഷാഹിദ് അദ്ദേഹത്തിൻ്റെ പോയത്തിലൊക്കെ കശ്മീരിനെ പോർട്രേ ചെയ്തത്, അദ്ദേഹം നമ്മൾ മുമ്പേ കണ്ടല്ലോ, ഷാഹിദിനെ 2 റോൾസ് വെച്ചിട്ടാണ് പറഞ്ഞിരുന്നത്. ആ റോൾസും എല്ലാം ഒരു ചെറിയൊരു ഊഹം നമ്മുടെ ഓതറിന് കിട്ടുന്നുണ്ട്. Yes, I remember it. The day I will die, I broadcast the crimson. So long ago of that sky, its spread air, its rushing dice, and a piece of earth, bleeding apart from the shore, as we went on the day I'll die. Post the guards and he keeper of the walls, last saffron roved me on an island the size of a grave. On 2 yards he roved me into the sunset, past all pain. On everyone's lips was news of my death, but only that beloved couplet, broken on his, if there is a paradise on earth, it is this, it is this, it is this. The last time I saw Shahid was on 27th October at his brother's house in Amherst. He was intermittently able to converse, and there were moments when we talked just as we had in the past. He was aware, as he had long been, of his approaching end, and he had made his peace with it. I saw no trace of anguish or conflict. Surrounded by the love of his family and friends, he was calm, contented, at peace. He said to me once, I love to think that I'll meet my mother in the afterlife, if there is an afterlife. I had the sense that as the end neared, this was his supreme consolation. He died peacefully in his sleep at 2 a.m. on 8th December. ഈ പാരഗ്രാഫിൽ പറയുന്നത്, നമ്മുടെ ഓതർ ഷാഹിദിനെ പിന്നീട് മീറ്റ് ചെയ്യുന്നത് ഒക്ടോബർ 27 ലാസ്റ്റ് ടൈം ആയിരുന്നു. അത് ആംഹെസ്റ്റിലായിരുന്നു, അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ കൂടെയായിരുന്നു ആ സമയത്ത്. അതുപോലെ തന്നെ ഷാഹിദ് റെഗുലറായിട്ടുള്ള ഇൻ്റർവെൽസ് അല്ലാതെ ചില സമയങ്ങളിലൊക്കെ ഒരുപാട് സംസാരിക്കുമായിരുന്നു. അന്നേരം ഓതറിന് അവർ പഴയ കാലത്തിലേക്ക് പോയതുപോലൊരു തോന്നലുണ്ടായി. മരണത്തിനോട് അടുത്തുകൊണ്ടിരുന്നപ്പോൾ ഷാഹിദിന് ഒരു ഫൈനലായിട്ട് വരുമ്പോൾ ഒരു ശാന്തമായ ഒരു ലുക്കായിരുന്നു ഷാഹിദിനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഷാഹിദ് പറയുന്നുണ്ടായിരുന്നു, ഞാൻ എൻ്റെ അമ്മയെ കാണുന്നുണ്ടെന്ന്. നമുക്കും അറിയാമല്ലോ, നമ്മൾ മരിക്കാൻ സമയമൊക്കെ ആയിക്കുമ്പോൾ നമ്മുടെ അടുത്തുള്ളവർ, നമ്മുടെ സ്നേഹമുള്ളവർ, മരിച്ചുപോയവരെയൊക്കെ കാണുമെന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്കുമുണ്ട്. അതേപോലെ തന്നെ ഷാഹിദും അദ്ദേഹത്തിൻ്റെ അമ്മേനെ കാണുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്.
അങ്ങനെ ഡിസംബറിൽ ആ വർഷം തന്നെ 8-ാം ദിവസം 2 മണിക്ക് അദ്ദേഹം മരണപ്പെട്ടു. Now, in his absence, I am amazed that so brief a friendship has resulted in so vast a void. Often when I walk into my living room, I remember his presence there. Particularly on the night when he read us his farewell to the world, I dream I am at the Ghat of the only world. നമ്മുടെ ഓഥർ എത്ര വിയേർഡായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെന്നാണ് പറയുന്നത്. ഷോർട്ട് ഡ്യൂറേഷൻ ആയിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് നാളുകൾ ഓർക്കാൻ പറ്റിയ കുറേ മൊമെൻറ്റ്സ് ഉണ്ടായി. ഓഥറിൻ്റെ മനസ്സിൽ, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഷാഹിദ് ഒരു വലിയൊരു വിഷമമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ ലിവിങ് റൂമിലിരിക്കുമ്പോൾ അദ്ദേഹം ഒറ്റപ്പെട്ടതായിട്ടും ഷാഹിദിനെ മിസ് ചെയ്യുന്നതുമായിട്ടും ഒക്കെ തോന്നിയിരുന്നുണ്ട്. അന്നേരം അദ്ദേഹം റിസൈറ്റ് ചെയ്യുന്ന കുറച്ച് ലൈൻസാണ് ഐ ഡ്രീം ഐ ആം അറ്റ് ദ ഘാട്ട് ഓഫ് ദി ഓൺലി വേൾഡ് എന്ന്. സോ അങ്ങനെ നമ്മുടെ ദ ഘാട്ട് ഓഫ് ദി ഓൺലി വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ചാപ്റ്ററായിട്ട് വരുന്നതായിരിക്കും. ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്താൽ മതി, അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. ഈ ചാനൽ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.